ഹലോ. ഹലോ പാസ്റ്റർ അല്ലേ? ആണല്ലോ. ആരാണ്? IPCയിലാണോ പാസ്റ്ററെ? ആരാണ് സംസാരിക്കുന്നത്? ഇത് തുളസിയാണ്, തുളസി. എവിടുന്നാ? കൊല്ലത്തുനിന്നാ. പറഞ്ഞോ ബ്രദർ. പാസ്റ്റർ IPC പേര്, പാസ്റ്റർ പേര്? എന്റെ പേര് ഡാനിയൽ. ഓക്കെ ഓക്കെ. ഈ IPCയിലാണോ ചർച്ച് ഓഫ് ഗോഡിലാണോ പാസ്റ്റർ? ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിലാണ്. പാസ്റ്റർ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഗുജറാത്തില്. അവിടെ സഭയുണ്ടോ നമുക്കവിടെ? അതെ. അവിടെ സ്നാനപ്പെട്ടോ പുതിയതായിട്ട് ആരെങ്കിലും? അതെന്താ? അല്ല, പുതിയതായിട്ട് സഭയിൽ ആളുണ്ടോ അവിടെ? പിന്നെന്താ? മലയാളികളാണോ അതോ? എല്ലാരും ഉണ്ട്. പുതിയതായിട്ട് ആളുകൾ സ്നാനം സ്വീകരിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ. എത്ര വർഷമായി പാസ്റ്റർ അവിടെ? കുറെ വർഷങ്ങളായി, 10-30 വർഷമായി. ഈ IPCയിലായിരുന്നോ പാസ്റ്റർ അതോ അസംബ്ലീസ് ഓഫ് ഗോഡ് ഞാൻ തന്നെയാണ്? പറഞ്ഞല്ലോ, ഞാൻ അസംബ്ലീസ് ഗോഡിലാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചിലവരൊക്കെ ഈ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നൊക്കെ മാറി പിന്നെ അങ്ങനെ പോകാറുണ്ട്. ചോദിച്ചു. ഞാന് ബെന്തിക്കോസ്റ്റിലാണ്. ഇപ്പോഴും ഒരു ഡൗട്ട് വന്നോണ്ട് വിളിച്ച പാസ്റ്റർ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ഈ യഹോവ മൃഗബലി മേടിക്കുന്നുണ്ട്, അതിനെ പറ്റി ഇപ്പൊ ഇടയ്ക്ക് ഒരാൾ സംശയം ചോദിച്ചു. അത് യേശു ക്രിസ്തു ആണോന്ന് അല്ലേ ചോദിച്ചു. അത് പഴയ നിയമത്തിലെ ആരാധന രീതിയിൽപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഉപദേശമില്ല. ഈ അതായത് ലേവ്യ പുസ്തകം 1:1-5 എങ്ങനെ എഴുതിട്ടുണ്ട്? ഈ യഹോവ മൃഗബലി ചോദിച്ചു. പഴയ നിയമത്തിൽ അത് ഉള്ളതാണ്, ഉള്ള കാര്യമാണ്. അല്ല, മൃഗബലി മേടിച്ചപ്പോ അതിന്റെ കൂടെ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു യഹോവയുടെ കൂടെ. യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുയേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത് വരെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോടു കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഈ മൃഗബലിയൊക്കെ മേടിച്ചത് യേശു ക്രിസ്തു അല്ലേ അപ്പോഴങ്ങനെയാണെങ്കിൽ? അതിപ്പോ ദൈവത്തിന്റെ ദൈവത്വത്തിലുള്ളതായ കാര്യമാണ്. അതിപ്പോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ആരാ വാങ്ങിച്ച എന്താണെന്നുള്ള കാര്യം. അല്ല, ചോദിച്ചാല് വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഈ എന്റെ ഒരു വേറെ ഈ 1 സാമൂഹ്യം 15:3 പറയുന്നത് അമലേക്ക് പോയി സർവരെ നശിപ്പിക്കുക, ആട് മാട് ഒട്ടാങ്ങളെ മുലകുടിക്കുന്ന കുട്ടികളെ കൊല്ലാൻ പറയുന്നത്. അപ്പൊ ഈ മുലകുടിക്കുന്ന കുട്ടികളെ കൊല്ലാൻ പറയുമ്പോ ഈ യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു നല്ല ദൈവം എന്ന് വിളിക്കുന്നത്? ഒരാളെന്റെ ചോദിച്ചത്. ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അവിടെ തന്നെ ഉണ്ട്. അതെല്ലാം പഴയ നിയമത്തിലെ ഉപദേശങ്ങളാണ്. പഴയ നിയമത്തിലെ പഠിപ്പിക്കൽ ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കൽ ഉപദേശങ്ങളുമായിട്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നേ.